പിന്നെ എന്റെ മോക്ക് വേണ്ടിട്ട് ഞാൻ ചോദിക്കുന്ന മോള് പിന്നെ കുട്ടീന്റെ പാല് കൂടി നിർത്തിയിട്ട് ഇപ്പൊ ഒരു 3 മാസമായിന്. പക്ഷെ അവൾക്ക് ഫുള്ള് നോമ്പ് നോറ്റി വീട്ടാൻ കഴിഞ്ഞില്ല. അതിന്റെ ഇടയ്ക്ക് അസുഖം വന്നു. അപ്പൊ ഇനി അതിന് മുദ്ദ് കൊടുക്കണോ അതോ ഈ റമദാൻ കഴിഞ്ഞിട്ട് നോറ്റി വീട്ടിയാൽ മതിയോ എന്നാണ്. ചോദ്യം വ്യക്തമാണ്. റമദാൻ ഹലോ. കഴിഞ്ഞിട്ട് നോറ്റ് വീട്ടിയാൽ മതി. അവർ ചെയ്യേണ്ടത് റമദാൻ കഴിഞ്ഞിട്ട് നോമ്പ് നോറ്റ് വീട്ടുകയാണ് ചെയ്യേണ്ടത്. മുദ്ദ് കൊടുക്കേണ്ടതില്ല. മുദ്ദ് കൊടുക്കേണ്ടുന്നത് നോമ്പ് എടുക്കാൻ കഴിയാത്ത, നോറ്റ് വീട്ടാൻ ശാരീരികമായി കഴിയാത്ത ആളുകൾക്ക് മാത്രമാണ് മുദ്ദ് കൊടുക്കേണ്ടത്. അത് പ്രായാധിക്യത്തിലെത്തി നിൽക്കുന്ന ആളുകൾ, രോഗം കാരണം ഇനി ഒരിക്കലും മാറില്ല എന്ന് പ്രതീക്ഷിക്കുന്ന, ഇനി ഒരിക്കലും മാറാത്ത രോഗങ്ങൾ, മാറാവ്യാധികളായിട്ടുള്ളവർ, അവർ മാത്രമാണ് മുദ്ദ് കൊടുക്കേണ്ടത്. അല്ലാത്തവർ അവർക്ക് സാധിക്കുന്ന സമയത്ത് നോറ്റ് വീട്ടുക എന്നതാണ് ചെയ്യേണ്ടത്. അതിന് കഴിയുമെങ്കിൽ അടുത്ത റമദാനിന് മുമ്പായിട്ട് തന്നെ നോറ്റ് വീട്ടുക എന്നതാണ് വേണ്ടത്. ഇനി സാഹചര്യങ്ങൾ കൊണ്ട് പിന്നീട് അവസാനത്തിൽ നോറ്റ് വീട്ടാമെന്ന് നമ്മൾ കരുതി അവസാനമായപ്പോഴേക്ക് നമ്മൾ രോഗിയാവുകയോ മറ്റെന്തെങ്കിലും പ്രയാസങ്ങൾ വരികയോ ചെയ്തു, അതുകൊണ്ട് തന്നെ അവർക്ക് നോറ്റുവീട്ടാൻ കഴിഞ്ഞില്ല എങ്കിൽ ഈ റമദാനിൽ നോമ്പെടുക്കുക, ബാക്കിയുള്ള നോമ്പ് റമദാൻ കഴിഞ്ഞതിന് ശേഷം നോറ്റുവീട്ടുക. ഇതാണ് അവർ ചെയ്യേണ്ടത്. നോമ്പ് നോറ്റുവീട്ടാൻ കഴിയുന്ന ആളുകൾ ഒരിക്കലും മുദ്ദ് കൊടുക്കേണ്ടതില്ല. നോമ്പ് നോറ്റുവീട്ടുകയാണ് ചെയ്യേണ്ടത്. വെറും മുദ്ദ് കൊടുത്താൽ വീടുകയുമില്ല. അവർ നോറ്റ് വീട്ടുകയാൽ മാത്രമേ അവരുടെ ബാധ്യത വീടുള്ളൂ എന്നർത്ഥം.